ഹായ് എവരിവൺ, സയൻഷ്യ കുന്നുംകുളം മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്ത ടോപ്പിക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞു. സാധാരണ റിയാക്ടൻസും പ്രോഡക്ട്സും വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം എഴുതി കണ്ടതാണ് കോൺസെൻട്രേഷൻ ഓഫ് ആ ഒരു പ്രോഡക്ട്സ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. ഇത് വെച്ചിട്ട് നമുക്ക് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ KC നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പ്രഷറാണ്. എപ്പോഴാണ് നമ്മൾ ഇൻ ടേംസ് ഓഫ് പ്രഷർ വെച്ച് നമ്മൾ എപ്പോഴാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമ്മൾ എഴുതണത്? അപ്പോൾ നമ്മൾ എടുക്കുന്ന ആ കെമിക്കൽ റിയാക്ഷനിൽ റിയാക്ടൻസും പ്രോഡക്ട്സും ഗ്യാസുകളാണെങ്കിൽ, റിയാക്ടൻസും പ്രോഡക്ട്സും ഗ്യാഷ്യസ് സ്റ്റേറ്റുകളാണെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമ്മൾ ഇൻ ടേംസ് ഓഫ് പ്രഷർ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു കെമിക്കൽ റിയാക്ഷൻ H2 + I2 gives 2HI എന്നുള്ള റിയാക്ഷൻ ആണ്. റിവേഴ്സിബിൾ കെമിക്കൽ റിയാക്ഷൻ ആണ്. ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഇതിൻ്റെ കോൺസെൻട്രേഷൻ, അതായത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പ്രഷർ വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കോൺസെൻട്രേഷൻ വേണ്ട. ഈ പ്രഷറിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പ്രഷർ ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻസിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇവരുടെ പ്രഷേഴ്സ് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഒരു ഇക്വേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെ എഴുതാം എന്നുള്ളതൊന്ന് കാണിച്ചു തരാം. H2 + I2 gives 2HI. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പ്രഷർ വെച്ച് എഴുതുമ്പോൾ ദാറ്റ് ഈസ് അത് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ KP ആണ്, ഈസ് ഈക്വൽ ടു പ്രഷർ ഓഫ് പ്രോഡക്ട്സ്, ദാറ്റ് ഈസ് പ്രഷർ ഓഫ് ഇവിടുത്തെ പ്രോഡക്റ്റ് ഏതാ HI ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ പ്രഷർ ഓഫ് റിയാക്ടൻസ് എന്ന് പറയുമ്പോൾ PH2 ആണ്, ദെൻ PI2. ഇങ്ങനെ നമുക്ക് എഴുതാം. ഇതിൽ ഓരോ ടേംസിനും, പ്രഷറിൻ്റെ ഓരോ ടേംസിനും പവേഴ്സ് ഉണ്ട്. ആ പവേഴ്സ് നമ്മൾ കാണിക്കണം. H2നും I2നും പവേഴ്സ് ആയിട്ട് ലെഫ്റ്റിൽ വേറെ നമ്പേഴ്സ് ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് പ്രഷർ ഓഫ് H2നും പ്രഷർ ഓഫ് I2നും വേറെ പവേഴ്സ് ഇടണ്ട, ജസ്റ്റ് ഒരു ബ്രാക്കറ്റ് നമ്മൾ ഇടുക സാധാരണ പോലെ. ഇനി പ്രഷർ ഓഫ് HI, അതിന് നമുക്ക് പവേഴ്സ് കൊടുക്കണം. അതിന്റെ പവർ ആയിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കുക 2 ആണ്. കാരണം HIന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് എടുക്കുന്നത് 2 ആണ്. അതിന് നമുക്ക് അതിന്റെ പവർ ആയിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ ടേമിന് വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പ്രഷർ. അപ്പോൾ ഈ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ പ്രോഡക്ട്സിൻ്റെയും റിയാക്ടൻസിൻ്റെയും കോൺസെൻട്രേഷൻ അല്ല ഉപയോഗിച്ചത്. നമ്മൾ എന്താ ഉപയോഗിച്ചത്? പ്രഷറാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇങ്ങനെ പ്രഷേഴ്സ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് കാണാം. ദെൻ KP ഈസ് ഈക്വൽ ടു പ്രഷർ ഓഫ് HI, അതിൻ്റെ പവർ ആയിട്ട് വന്നിട്ടുള്ള 2 ഡിവൈഡഡ് ബൈ പ്രഷർ ഓഫ് H2 ഇൻറ്റു പ്രഷർ ഓഫ് I2. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ സെൻറ്റൻസ് നിങ്ങൾക്ക് വായിക്കാം. ഫോർ എ റിയാക്ഷൻ ഇൻവോൾവിങ് ഗ്യാസസ്, റിയാക്ഷനിലെ ഗ്യാസുകളാണെങ്കിൽ ദ കോൺസെൻട്രേഷൻ ടേംസ് ആർ റീപ്ലേസ്ഡ് ബൈ പാർഷ്യൽ പ്രഷേഴ്സ്. ഈ കോൺസെൻട്രേഷൻ ടേംസിനെ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ്, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്, അതൊക്കെ നമുക്ക് റീപ്ലേസ് ചെയ്ത് അതൊക്കെ പ്രഷറിൻ്റെ ടേമിൽ എഴുതാം. ഓക്കെ, ദെൻ ഇവിടെ ഈ KPനെ വിളിക്കുന്ന പേരാണ് വേർ KP ഈസ് കോൾഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. KP ഈസ് കോൾഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ. എന്താ ഈ പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ? പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ പ്രോഡക്ട്സിൻ്റെയും റിയാക്ടൻസിൻ്റെയും ഒക്കെ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ പ്രഷേഴ്സിനെയാണ് നമ്മൾ പാർഷ്യൽ പ്രഷേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ള ആ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷനും അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ പഠിച്ച ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പ്രഷറും തമ്മിലുള്ള റിലേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. വാട്ട് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ KP ആൻഡ് KC? നമുക്കതൊരു ഡെറിവേഷനാണ്. നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഡെറിവേഷൻ എന്നുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു സാധാരണ ഒരു ഇക്വേഷൻ, ജസ്റ്റ് ഒരു ഇമാജിനറി ഇക്വേഷൻ ആണ്, റിയൽ ആയിട്ടുള്ള ഇക്വേഷൻ അല്ല. നമ്മളൊരു ഡെമോ പോലെ ഒരു ഇക്വേഷൻ നമ്മൾ എഴുതുന്നുണ്ട്. എന്താണ് ഇക്വേഷൻ? AA + BB gives CC + DD.
ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ നമുക്ക് അറിയാം. അത് നമ്മൾ ആദ്യം തന്നെ എഴുതി വെക്കും. Then Kc equal to concentration of C raised to C into concentration of D raised to D divided by concentration of A raised to A into concentration of B raised to B. ഇത് നമ്മൾ ആദ്യം പഠിച്ച ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ ആണ് നമ്മൾ ഇപ്പോൾ എഴുതിയത്. ഇനി ഇതേ ടേംസിനെ നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് പ്രഷർ വെച്ച് നമുക്ക് എഴുതണം. അതായത് ഇതേ ഇക്വേഷൻ പ്രഷറിൽ എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും? അപ്പോൾ നമ്മൾ എഴുതാൻ പോവാണ്. ദെൻ Kp ഈസ് ഈക്വൽ ടു എല്ലാ കോൺസെൻട്രേഷൻ ടേംസിനെ റീപ്ലേസ് ചെയ്ത് അത് പാർഷ്യൽ പ്രഷറാക്കി മാറ്റണം. ഈ സ്ക്വയർ ബ്രാക്കറ്റിനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ സ്ക്വയർ ബ്രാക്കറ്റ് ഒക്കെ മാറ്റി നമ്മൾ അതിനെ പ്രഷറിന്റെ ടേമിൽ എഴുതണം. എങ്ങനെ എഴുതാം? കോൺസെൻട്രേഷൻ ഓഫ് സി റൈസ് ടു സി എന്നുള്ളത് പ്രഷർ ഓഫ് സി റൈസ് ടു സി എന്നാക്കണം, ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി റൈസ് ടു ഡി എന്നുള്ളത് പ്രഷർ ഓഫ് ഡി റൈസ് ടു ഡി എന്നാക്കണം, ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ റൈസ് ടു എ എന്നുള്ളത് പ്രഷർ ഓഫ് എ റൈസ് ടു എ എന്നും ആക്കണം. ഇനി കോൺസെൻട്രേഷൻ ഓഫ് ബി റൈസ് ടു ബി എന്നുള്ളത് പ്രഷർ ഓഫ് ബി റൈസ് ടു ബി എന്നും ആക്കണം. ഇത്രയും മാറ്റങ്ങളാണ് നമ്മൾ ചെയ്തത്. എല്ലാ കോൺസെൻട്രേഷൻ ടേംസിനും ചേഞ്ച് ചെയ്ത് ആ കോൺസെൻട്രേഷന്റെ പകരം നമ്മൾ പാർഷ്യൽ പ്രഷേഴ്സ് പ്രഷറിന്റെ ടേം വെച്ചിട്ടാണ് നമ്മൾ ഇത് എല്ലാതും എഴുതിയത്. ഓക്കെ, നെക്സ്റ്റ് ഇനി പ്രഷറിന് നമുക്ക് കുറച്ച് ഇക്വേഷൻസ് വേണം. നമ്മൾ ഒരു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ്റെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്തായിരുന്നു? അത് പി വി ഈക്വൽ ടു NRT. ഇത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്നറിയപ്പെടുന്ന ഗ്യാസുകളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ആണ്. കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, 5th ചാപ്റ്ററിൽ. ഇവിടെ പ്രഷർ ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം NRT ബൈ വി. ഈ NRT ബൈ വിയില് N ബൈ വിക്ക് പകരം ഞാൻ എഴുതാൻ പോണത് കോൺസെൻട്രേഷൻ എന്നാണ്. എന്താണ് N ബൈ വിക്ക് കോൺസെൻട്രേഷൻ എഴുതാനുള്ള കാരണം? നമ്പർ ഓഫ് മോൾസ് പെർ വോള്യം. അതിന്റെ ആൻസർ ആണ് കോൺസെൻട്രേഷൻ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് N ബൈ വിക്ക് സി എന്ന് എഴുതി, ദെൻ ഇൻറ്റു RT. ഇതൊരു ഇക്വേഷൻ ആയിട്ട് നമുക്ക് കിട്ടി. ഇപ്പോൾ P ഈക്വൽ ടു CRT. ഇത് വെറും ഒരു പ്രഷറിന്റെ ഒരു ഇക്വേഷൻ ആണ്. ഇനി നമ്മൾ പ്രഷർ ഓഫ് എ, പ്രഷർ ഓഫ് ബി, പ്രഷർ ഓഫ് സി, പ്രഷർ ഓഫ് ഡി, അതിനൊരു ഇക്വേഷൻ ഉണ്ടാക്കണം. ഇതൊക്കെ എവിടുന്നാണ് വന്നത്? നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷനിൽ പ്രഷർ ഓഫ് സി എടുക്കുന്നുണ്ട്, പ്രഷർ ഓഫ് ഡി എടുക്കുന്നുണ്ട്, പ്രഷർ ഓഫ് എ എടുക്കുന്നുണ്ട്, പ്രഷർ ഓഫ് ബി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ സ്ഥാനത്തൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിന്ന് പ്രഷർ ഓഫ് എയും ബിയും സിയും ഡിയും ഒക്കെ കണ്ടുപിടിക്കാൻ പോണത്. നോക്കാം എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. ആദ്യം നമുക്ക് പ്രഷർ ഓഫ് എ എഴുതാം. പ്രഷർ ഓഫ് എ ഈക്വൽ ടു പ്രഷർ ഓഫ് എ അല്ലേ. അപ്പൊ നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു RT. ആറിലും ടിയിലും വലിയ മാറ്റങ്ങൾ വരുത്തരുത്. കാരണം എന്താണെന്നറിയോ? ആർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, അറിയാലോ. ടി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണോ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം പഠിച്ച ലോ പഠിച്ചില്ലേ, ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം. അവിടെ പറഞ്ഞിട്ടുണ്ട് ടെമ്പറേച്ചർ എന്താണെന്ന്, കോൺസ്റ്റന്റ് ആണെന്ന്. അപ്പൊ ആറും ടിയും കോൺസ്റ്റന്റ് ആയി കാരണം അവരെ തൊടണ്ട, ബാക്കിയുള്ള ആൾക്കാരെ മാത്രം ചേഞ്ച് ചെയ്താൽ മതി. അപ്പൊ പ്രഷർ ഓഫ് എ എന്നുള്ള ആൻസർ കിട്ടിയല്ലോ, കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു RT. ഇനി പ്രഷർ ഓഫ് ബി എന്താ? പ്രഷർ ഓഫ് ബി എന്ന് പറഞ്ഞാലേ CBRT എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, ഇനി പ്രഷർ ഓഫ് സി എഴുതണം. പ്രഷർ ഓഫ് സി ഈക്വൽ ടു നമുക്ക് എഴുതാം കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു RT. കേട്ടോ, ഇനി ഇവിടെ രണ്ട് സി ഉണ്ട് കേട്ടോ. ഒരു സി എന്നുള്ളത് കോൺസെൻട്രേഷനും മറ്റേ സി എന്നുള്ളത് പ്രൊഡക്റ്റിലെ സിയും ആണ്, തെറ്റിക്കരുത്. ദെൻ പ്രഷർ ഓഫ് ഡി ഈക്വൽ ടു എന്തെന്ന് എഴുതാം? കോൺസെൻട്രേഷൻ ഓഫ് ഡി ഇൻറ്റു RT. ഇപ്പൊ നമുക്ക് 4 ഇക്വേഷൻ കിട്ടിയില്ലേ? PAക്കും PBക്കും PCക്കും PDക്കും ഒക്കെ ഓരോ ഇക്വേഷൻ കിട്ടിയില്ലേ? ഇത് നമ്മൾ നേരത്തെ എഴുതി ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാ. ഇതേ നേരത്തെ എഴുതി ഇക്വേഷൻ എടുക്കണം. ഓക്കെ, ഇതിന്റെ മുകളിൽ എടുക്കുന്നുണ്ട് ഈ ഇക്വേഷനിൽ PCക്കും PDക്കും PAക്കും PBക്കും ഒക്കെ നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പോവാ. അപ്പൊ എന്ത് കിട്ടും? Kp ഈക്വൽ ടു പ്രഷർ ഓഫ് സി. സിക്ക് ഇത് അവിടെ ഇക്വേഷൻ എടുക്കണം കേട്ടോ, ഞാൻ അവിടെ ടിക്ക് ഇടാം. പ്രഷർ ഓഫ് സിന്റെ അവിടെ കോൺസെൻട്രേഷൻ ഓഫ് സി RT എന്ന് എഴുതിയില്ലേ? ഇത് PCക്ക് പകരമാണ് എഴുതിയിട്ടാ. പ്രഷർ ഓഫ് സിക്ക് പകരമാണ് നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു RT എന്ന് എഴുതിയത്. ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം. കാരണം എന്താണെന്നറിയോ? ഇതിനൊരു പവർ ഉണ്ട്. പവർ എന്നുള്ളത് സ്മോൾ ലെറ്റർ സി എന്നുള്ള ഒരു പവർ ഉണ്ട്, ഇൻറ്റു ദെൻ PDക്ക് നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. PDയുടെ ഇക്വേഷൻ എന്താ? CDRT അല്ലേ. അപ്പോൾ CDRT എന്ന് പറഞ്ഞാൽ അറിയാലോ എല്ലാവർക്കും. എന്താ CDRT എന്ന് പറഞ്ഞാൽ? കോൺസെൻട്രേഷൻ ഓഫ് ഡി ഇൻറ്റു RT എന്ന് പറഞ്ഞിട്ട് വായിക്കുക. വെറും CD എന്ന് വായിക്കരുത്, കോൺസെൻട്രേഷൻ ഓഫ് ഡി ഇൻറ്റു RT എന്നാണ് ശരിക്കും. ഇതിനും ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം. കാരണം എന്താണെന്നറിയോ? ഇതിനും പവർ ഉണ്ട്. ഒരു സ്മോൾ ലെറ്റർ ഡി ഇതിനും പവർ എടുക്കുന്നുണ്ട്. ദെൻ ഹോൾ ഡിവൈഡഡ് ബൈ
ഇനി പി എക്ക് നമുക്ക് ഇവിടെ ഇക്വേഷൻ ഉണ്ടല്ലോ, കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു ആർ ടി, അത് നമ്മൾ കൊടുത്തു, കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു ആർ ടി. ഇതിനും നമ്മളൊരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം, കാരണം ഇതിനൊരു പവർ ഉണ്ട്, സ്മോൾ ലെറ്റർ എ ഇൻറ്റു പി ബിക്ക് ഇവിടെ ഇക്വേഷൻ ഉണ്ടല്ലോ, കോൺസെൻട്രേഷൻ ഓഫ് ബി ഇൻറ്റു ആർ ടി. അപ്പോൾ പി ബിക്ക് അവിടെ നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് ബി ഇൻറ്റു ആർ ടി. ഇതിനും ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം, കാരണം ഇതിനും എന്ത് കിടക്കുന്നുണ്ട്, ഒരു സ്മോൾ ലെറ്റർ ബി പവർ കിടക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ ഇക്വേഷനിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ പോവാ. എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് വരുത്തേണ്ടത് നമുക്ക് നോക്കാം. എന്തൊക്കെയാ? ദാ കെ പി അതുപോലെ ഇറക്കി എഴുതിട്ടാ, കെ പി ഇറക്കി എഴുതി. ഈ ഇക്വേഷനിൽ എല്ലാത്തിലും ആർ ടി കോമൺ ആയി കിടക്കുന്നുണ്ട്. ഇതിൽ ആർ ടി ഉണ്ട്, ഇതിൽ ആർ ടി ഉണ്ട്, എല്ലാത്തിലും ആർ ടി നമുക്ക് കോമൺ ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടോ? ഇവിടെ ആർ ടി ഉണ്ട്, ഇവിടെ ആർ ടി ഉണ്ട്, ഇവിടെയും ആർ ടി ഉണ്ട്, ഇവിടെയും ആർ ടി ഉണ്ട്. അപ്പോൾ ആർ ടി എല്ലാത്തിലും കോമൺ ആയതുകൊണ്ട് അതിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പുറത്തേക്ക് എടുക്കാം. എങ്ങനെ എടുക്കാം നോക്കിയോളൂ കേട്ടോ. ആർ ടി കോമൺ ആണ്, പുറത്തേക്ക് എടുത്തു. ആർ ടിക്ക് ഒരു പവർ ഉണ്ട് കേട്ടോ, കോമൺ. ആ പവർ കോമൺ ആണ്. ഇതിൽ കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു ആർ ഇൻറ്റു ടി, അതിൻ്റെ കോമൺ പവറാണ് ഈ സി. അതുപോലെ കോൺസെൻട്രേഷൻ ഓഫ് ഡി ആർ ടി, അതിൻ്റെ കോമൺ പവറാണ് സ്മോൾ ഡി. ഇതുപോലെ എല്ലാവർക്കും ആ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന ആൾക്കാരുടെ കോമൺ പവറാണ് പുറത്ത് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ആർ ടി റേസ് ടു സി എന്നുള്ളത് നമുക്ക് പുറത്തേക്ക് എടുത്ത് എഴുതാം. ഇവിടെ ആർ ടി റേസ് ടു ഡി എന്നുള്ളതും പുറത്തേക്ക് എടുത്ത് എഴുതാം. അപ്പോൾ ആർ ടി റേസ് ടു ഡി പോകുന്നില്ലേ? ഇനി ഡിവൈഡഡ് ബൈ, ഇനി ആർ ടി റേസ് ടു എ എന്നുള്ളത് ഈ ഡിനോമിനേറ്ററിൽ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, ഇൻറ്റു ആർ ടി റേസ് ടു ബി എന്നുള്ളത് ഇവിടെയും നമുക്ക് പുറത്തേക്ക് എടുക്കാം. ദെൻ കെ പി ഈക്വൽ ടു, നമ്മളിപ്പോൾ ആർ ടിൻ്റെ ടേംസ് ഒക്കെ പുറത്തേക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എടുത്തു. ഇനി ബാക്കിയുള്ള ടേംസ്, ഇത് കോൺസെൻട്രേഷൻ ഓഫ് സി ഇവിടെ ബാക്കിയുണ്ട്, കോൺസെൻട്രേഷൻ ഓഫ് ഡി ഉണ്ട്, കോൺസെൻട്രേഷൻ ഓഫ് എ ഉണ്ട്, കോൺസെൻട്രേഷൻ ഓഫ് ബി ഉണ്ട്. അതിന് നമുക്ക് പുറത്തേക്ക് എടുക്കാം. കോൺസെൻട്രേഷൻ ഓഫ് സി എടുത്തു, കോൺസെൻട്രേഷൻ ഓഫ് സി എന്നുള്ള നമ്മൾ എടുത്തു. കോൺസെൻട്രേഷൻ ഓഫ് സിക്ക് ഒരു പവർ ഉണ്ടല്ലോ, പവർ സി തന്നെ. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് ടു സി എന്ന് നമുക്കിത് വായിക്കാം. ഇൻറ്റു ഇവിടെ നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് ഡി റേസ് ടു ഡി, കോൺസെൻട്രേഷൻ ഓഫ് ഡി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എ, കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു ബി, ദെൻ കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു ബി. ഇത്രയും ആൾക്കാരെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. ഇപ്പം ഇത് എങ്ങനെ കിട്ടിയെന്ന് അറിയാം. ആർ ടിൻ്റെ ടേമുകളൊക്കെ വേറെയും കോൺസെൻട്രേഷൻ ടേംസിനൊക്കെ വേറെ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതിയതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇടയിൽ വേണമെങ്കിൽ ഒരു ഇൻറ്റു കൊടുക്കുക കേട്ടോ, കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിനൊന്ന് വായിക്കാം. നമുക്ക് എങ്ങനെ ഇതിനെ വായിക്കാം? ഈ ഫോർമുല കെ പി ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് ടു സി, കോൺസെൻട്രേഷൻ ഓഫ് ഡി റേസ് ടു ഡി, കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എ, കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു ബി എന്നാണല്ലോ ഇത് വായിക്കുക. പിന്നെ ആർ ടിൻ്റെ ടേമുകൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്തല്ലോ, അതവിടെ നിന്നോട്ടെ. അപ്പോൾ കോൺസെൻട്രേഷൻ ടേംസ് ഒന്ന് വായിച്ചു. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ഇക്വേഷനും കൂടി, നമ്മൾ ആദ്യം എഴുതിയ ഇക്വേഷൻ കൂടി ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് വായിക്കാം. ഇത് നമുക്ക് എങ്ങനെ വായിച്ചെടുക്കാം? കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് ടു സി, കോൺസെൻട്രേഷൻ ഓഫ് ഡി റേസ് ടു ഡി, കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എ, കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു ബി. ഇത് തന്നെയല്ലേ ഇപ്പോൾ വായിച്ചത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് എടുത്ത് നിർത്തിയ ആ ടോപ്പിക്കിൽ ഇതേ കാര്യങ്ങളാണ് വായിച്ചത്. കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് ടു സി, കോൺസെൻട്രേഷൻ ഓഫ് ഡി റേസ് ടു ഡി, കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എ, കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു ബി. അപ്പോൾ ഇത് സെയിം ആണല്ലോ. ഈ പറഞ്ഞ ഈ ഒരു ഇക്വേഷൻ, ഓക്കെ, ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് ടു സി, ദെൻ കോൺസെൻട്രേഷൻ ഓഫ് ഡി റേസ് ടു ഡി, ദെൻ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എ, കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു ബി. ഇത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷന്റെ ഇക്വേഷൻ ആണ്. ഇതിനെന്താ വിളിക്കുക? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ എന്ന് നമുക്ക് പറയാം. ദെൻ കെ പി ഈക്വൽ ടു ഇത്രയും ഈ സർക്കിളിട്ടുള്ള ഈ ഇക്വേഷൻ കെ സി എന്ന് കൊടുക്കാം. ഇത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷൻ ആണ്. ഓക്കെ, ഇൻറ്റു ആർ ടി, അതിൻ്റെ പവർ വരിക സി ഇൻറ്റു ആർ ടി റേസ് ടു ഡി. ഇങ്ങനെ നമ്മൾ എഴുതുമ്പോഴേ ഒരേ ടേമുകൾ നമ്മൾ ഇതുപോലെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ അതിൻ്റെ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് കാണിക്കാം. അപ്പോൾ അതിൻ്റെ പവേഴ്സിനെ നമുക്ക് കയ്യോടെ ആഡ് ചെയ്യാം. ആർ ടി റേസ് ടു സി പ്ലസ് ഡി എന്ന് കൊടുക്കാം. ഓക്കെ, ഓൾ ഡിവൈഡഡ് ബൈ ആർ ടി റേസ് ടു ഡിനോമിനേറ്ററിലും എടുക്കുന്നുണ്ട് രണ്ട് ആർ ടികൾ അല്ലേ. അതിൻ്റെ പവേഴ്സിന് നമുക്ക് ആഡ് ചെയ്ത് കാണിക്കാം. രണ്ടും ആർ ടികളല്ലേ, പവേഴ്സ് ആഡ് ചെയ്ത് കാണിക്കുമ്പോൾ എ പ്ലസ് ബി എന്ന് എഴുതാം. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ ദെൻ കെ പി ഈക്വൽ ടു
കെ സി ഇൻറ്റു ദെൻ ഈ കാണുന്ന ഡിനോമിനേറ്ററിനെ ന്യൂമറേറ്റർ ആയിട്ട് നമുക്ക് മാറ്റാം. എങ്ങനെ മാറ്റാം? ആർ ടി റേസ് ടു സി പ്ലസ് ഡി അവിടെ കിടന്നോട്ടെ, അത് ന്യൂമറേറ്റർ തന്നെയാണ്, അതവിടെ കിടന്നോട്ടെ, ഇൻറ്റു ആർ ടി റേസ് ടു എ പ്ലസ് ബി, അത് ഡിനോമിനേറ്റർ ആണ്, അത് ന്യൂമറേറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ആർ ടി റേസ് ടു മൈനസ് എ പ്ലസ് ബി ആയി മാറും. ഇവിടെ പവറിനെ മൈനസ് വാല്യൂ ആക്കി മാറ്റി, പവർ മൈനസ് ആയി, അത് ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആയി മാറുമ്പോഴോ ന്യൂമറേറ്റർ തിരിച്ച് ഡിനോമിനേറ്റർ ആയിട്ട് മാറുമ്പോഴോ ആ പവേഴ്സ് പ്ലസ് ഉള്ളത് മൈനസും മൈനസ് ഉള്ളത് പ്ലസും ആയിട്ട് മാറും. അത് നമ്മൾ അതുപോലെ ചേഞ്ച് ചെയ്തു. ഇനി നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പിൽ കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു, ഇനി ആർ ടികളെ നമുക്ക് വീണ്ടും ജോയിൻ ചെയ്യാം. ഓക്കെ, ആർ ടി അതിൻ്റെ പവർ സി പ്ലസ് ഡി ഉണ്ട്. ഞാൻ പറഞ്ഞു ഒരേ ടേമുകൾ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ അതിൻ്റെ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ആർ ടിയുടെ പവർ സി പ്ലസ് ഡി ആണ്, പ്ലസ് രണ്ടാമത്തെ ആർ ടിയുടെ പവർ വരുന്നത് മൈനസ് എ പ്ലസ് ബി ആണ്. ഓക്കെ, ഇനി ഇത് നമുക്ക് ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്യാം. കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി, അതിൻ്റെ പവർ സി പ്ലസ് ഡി പ്ലസ് മൈനസ് ആകുമ്പോൾ മൈനസ് എ പ്ലസ് ബി. ഇനി ഇതിൽ എന്താണ് സി പ്ലസ് ഡി? സി പ്ലസ് ഡി എന്ന് പറയുമ്പോൾ ഇതിലെ പ്രോഡക്റ്റുകളുടെ സൈഡിൽ കിടന്നിരുന്ന കോയിഫിഷ്യൻ്റ് ടേമുകളാണ്. പ്രോഡക്റ്റിൻ്റെ സൈഡിൽ ഇപ്പം നിങ്ങൾക്ക് പ്രോഡക്റ്റിൻ്റെ സൈഡിൽ കുറച്ച് കോയിഫിഷ്യൻറ്റുകൾ കാണാം, സിയും ഡിയും. പ്രോഡക്റ്റുകളുടെ നമ്പർ ഓഫ് മോൾസ് ആണ്. സ്മോൾ ലെറ്റർ സി എന്ന് പറയുന്നതും സ്മോൾ ലെറ്റർ ഡി എന്ന് പറഞ്ഞാലും പ്രോഡക്ട്സിൻ്റെ നമ്പർ ഓഫ് മോൾസ് ആണ്. അതുപോലെ സ്മോൾ ലെറ്റർ എയും സ്മോൾ ലെറ്റർ ബിയും അത് റിയാക്ടൻസിൻ്റെ നമ്പർ ഓഫ് മോൾസ് ആണ്. അത് റിയാക്ഷൻ കോയിഫിഷ്യൻ്റ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു മുൻപ് ഉള്ള വീഡിയോയിൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് റിയാക്ഷൻ കോയിഫിഷ്യൻസ്. റിയാക്ഷൻ കോയിഫിഷ്യൻസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ഐദർ പ്രോഡക്ട്സ് ഓർ റിയാക്ടൻസ്. പ്രോഡക്ട്സിൻ്റെയോ റിയാക്ടൻറ്റുകളുടെയോ നമ്പർ ഓഫ് മോൾസിനെ തന്നെയാണ് നമ്മൾ ഈ റിയാക്ഷൻ കോയിഫിഷ്യൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സിയും ഡിയും എയും ബിയും ഒക്കെ റിയാക്ടൻ്റെയും പ്രോഡക്റ്റിൻ്റെയും ഒക്കെ നമ്പർ ഓഫ് മോൾസ് ആണ്. അപ്പോൾ നമുക്ക് ഈ ലാസ്റ്റ് വന്ന് കിടക്കണതിൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ മനസ്സിലാവുക? ദെൻ സി പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആണ്. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ റിയാക്ടൻറ്റിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആണ്. പ്രോഡക്റ്റിന്റെ നമ്പർ ഓഫ് മോൾസിൽ നിന്നും റിയാക്ടിന്റെ നമ്പർ ഓഫ് മോൾസ് മൈനസ് ചെയ്താൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻസ്, ഇതിനെ മൈനസ് ചെയ്താൽ ഇതിനെ നമുക്ക് കൊടുക്കാം ഡെൽറ്റ എൻ എന്ന് കൊടുക്കാം. ഡെൽറ്റ എൻ, നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻസിന് ഡെൽറ്റ എൻ. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ ഒന്നും കൂടി നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബിന് പകരം നമുക്ക് ഡെൽറ്റ എൻ എന്ന് കൊടുത്ത് ഇക്വേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ദിസ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ കെ പി ആൻഡ് കെ സി. ഇതാണ് കെ പിയും കെ സിയും തമ്മിലുള്ള റിലേഷൻ. ഈ റിലേഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കെ പിയും കെ സിയും ഈക്വൽ ആവുന്ന വല്ല സ്റ്റേജ് ഉണ്ടോ? ഈക്വൽ ആവാനുള്ള കണ്ടീഷനൊക്കെ ഉണ്ട്, അത് പറഞ്ഞുതരാം. എപ്പോഴാണ് കെ പിയും കെ സിയും ഈക്വൽ ആവുക? ഇപ്പം നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്ട്സും നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻസും സെയിം ആണെന്നിരിക്കട്ടെ. പ്രോഡക്റ്റിൻ്റെ നമ്പർ ഓഫ് മോൾസും റിയാക്ടൻ നമ്പർ ഓഫ് മോൾസും ഈക്വൽ ആണെങ്കിൽ ദെൻ ഡെൽറ്റ എൻ എന്തായി മാറും? ഡെൽറ്റ എൻ 0 ആവുന്നൊരു കണ്ടീഷൻ ഉണ്ട്. എൻ പി മൈനസ് എൻ ആർ, എൻ പിയും എൻ ആറും ഈക്വൽ ആണെങ്കിൽ അത് മൈനസ് ചെയ്യുമ്പോൾ 0 ആവുമല്ലോ. ദെൻ ഡെൽറ്റ എൻ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 0. ഡെൽറ്റ എൻ 0 ആയി വരികയാണെങ്കിൽ ഈ ഇക്വേഷൻ നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ 0 ആയി വരികയാണെങ്കിൽ പവർ അവിടെ 0 ആയിട്ട് വരും. ദെൻ ഇക്വേഷനിൽ വരുന്ന ചേഞ്ച്, പവർ 0 ആയി കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 1 ആയി പോകുമല്ലോ. പവർ 0 ആയി കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 1 ആയിട്ട് പോവും. ഓക്കെ, ദെൻ കെ പി ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? കെ സി എന്ന് എഴുതാം. അപ്പോൾ എപ്പോഴാണ് കെ പിയും കെ സിയും ഈക്വൽ ആവണത്? കെ പിയും കെ സിയും ഈക്വൽ ആവണത് ഡെൽറ്റ എൻ 0 ആകുമ്പോൾ മാത്രമാണ്. when delta n is equal to or if delta n is equal to 0 then kp equal to kc എന്ന് നമുക്ക് എഴുതി അവസാനിപ്പിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു ചെറിയ 2 കണ്ടീഷൻ കൂടി പറയുന്നുണ്ട്. ഇപ്പോൾ ഡെൽറ്റ എൻ എന്നുള്ളത് 0നേക്കാളും വലിയ വാല്യൂ ആണെന്നിരിക്കട്ടെ. ഇഫ് ഡെൽറ്റ എൻ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ദെൻ കെ പിയും കെ സിനേക്കാളും വലുതാവും. കെ പി എന്നുള്ള വാല്യൂ കൂടുതലും കെ സി എന്നുള്ള വാല്യൂ അവിടെ കുറവുമായിരിക്കും. ഇനി
ഡെൽറ്റ എൻ ലെസ് ദാൻ 0 ആണെങ്കിൽ, 0നേക്കാളും ചെറിയ വാല്യൂ ആണ് ഡെൽറ്റ എൻ എങ്കിൽ അവിടെ കെ പിൻ്റെ വാല്യൂ കുറഞ്ഞും കെ സിൻ്റെ വാല്യൂ കൂടിയും വരും. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ് ഈ റിലേഷൻ ബിറ്റ്വീൻ കെ പി ആൻഡ് കെ സിയിൽ. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ദെൻ ദിസ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ കെ പി ആൻഡ് കെ സി. വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡെറിവേഷൻ ആണ്. നിങ്ങളത് ഇതുപോലെ തന്നെ ഡെറിവേഷൻ ചെയ്ത് പഠിക്കുക. കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ കാണാം. താങ്ക് യു.